Bismillahirrahmanirrahim. Innalhamdulillah wassalatu wassalamu ala rasulillah wa alihi wa sahbihi ajma'in. Assalamu alaikum warahmatullahi wabarakatuh. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ഉസൂലുസ് സലാസയുടെ ആമുഖത്തിൻ്റെ ഷറഹാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഷറഹ് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിദഹുള്ളയുടെ സൂറത്തുൽ അസ്റിൻ്റെ ഷറഹാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ വൽ അസ്ർ ആണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സത്യം ചെയ്ത് പറയുന്ന കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും. Allah the Most High can swear by whatever He wills. However, that thing which He swears by is only to indicate its significance, or there is a lesson contained within it. And what is the lesson contained within this time in which Allah has shown by? It is the incredible lesson that one gets when he experiences the wonders of Allah's creation, like the night pursuing the day, competing with one another, this one taking from that one, and that one taking from this one. This one is longer and that one is shorter, following one another according to this amazing arrangement which does not differ nor change. അത്യുന്നതനായ അള്ളാഹുവിന് ഏത് വസ്തുവിനെ കൊണ്ടും സത്യം ചെയ്യാം, അള്ളാഹു ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എന്താണ്? അതിൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കാൻ തന്നെയാണ് അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് പറയുന്നത്. അല്ലെങ്കിൽ അതിലൊരു പാഠം ഉണ്ടാകും. അപ്പോൾ കാലം കൊണ്ട് സത്യം ചെയ്യുമ്പോൾ അതിലുള്ള പാഠം എന്താണ്? അതിൽ അത്ഭുതകരമായ പാഠമുണ്ട്. കാരണം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് അവൻ ആലോചിക്കുമ്പോൾ രാത്രി പകലിനെ പിന്തുടരുന്നതും അവ പരസ്പരം മത്സരിക്കുന്നതും ഒന്ന് മറ്റൊന്നിൽ നിന്ന് എടുക്കുന്നതും മറ്റൊന്ന് അതിൽ നിന്നെടുക്കുന്നതും, ഒന്ന് നീണ്ടതായതും നീളമുള്ളതും ഒന്ന് ചുരുങ്ങിയതും, ഇതെല്ലാം അത്ഭുതകരമായ ഒരു വ്യവസ്ഥാപിതമായ ഒരു രീതിയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് വ്യത്യാസപ്പെടുന്നില്ല, മാറ്റപ്പെടുന്നില്ല. This is evidence of Allah the Most High's capability. Then those events, both good and evil, which have occurred in this time are nothing but an admonition. Likewise, the night and the day is a platform for doing righteous actions. Allah the Most High says, وَهُوَ الَّذِي جَعَلَ اللَّيْلَ وَالنَّهَارَ خِلْفَةً لِمَنْ أَرَادَ أَنْ يَذَّكَّرَ أَوْ أَرَادَ شُكُورًا. And He it is who has put the night and day in succession, meaning they both follow each other, this one altering that one, for such who desires to remember or desires to show his gratitude. Chapter 25, verse 62. ഇത് അത്യുന്നതനായ അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ തെളിവാണ്. ഈ സംഭവങ്ങൾ, നന്മയും തിന്മയും സംഭവിക്കുന്നത് ഈ കാലത്തിൻ്റെ സമയത്ത് അതൊരു താക്കീതാണ്. അതേപോലെ രാത്രിയും പകലും ഒരു തറയാണ്, ഒരു പ്ലാറ്റ്ഫോമാണ് സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ. അത്യുന്നതനായ അള്ളാഹു പറയുന്നു, അവൻ രാവിലെയും പകലിനെയും ആക്കിയത്, അത് ഒന്ന് മറ്റൊന്നിനെ പിന്തുടർന്ന രീതിയിലാക്കിയത് ആരുദ്ദേശിക്കുന്നുവോ ഓർമ്മിക്കാൻ, അല്ലെങ്കിൽ ആരുദ്ദേശിക്കുന്നുവോ നന്ദി കാണിക്കാൻ അവർക്ക് വേണ്ടിയാണ്. So the night and the day have been established as a platform for the one who seeks to earn a livelihood in obedience to Allah the Mighty and Magnificent, because without them one is unable to fulfill his needs. For they are both made to be a stage for one to do actions and earn that which is good in this life and the next. There is a lesson and a benefit contained within them both. For this reason Allah swears by the time. അപ്പോൾ രാത്രിയും പകലും സ്ഥാപിക്കപ്പെട്ടത് ഒരു തറ ആയിട്ടാണ്. ആ സമയത്താണ് അത് അവൻ്റെ ഉപജീവനത്തിന് വേണ്ടിയിട്ടും അള്ളാഹിനെ അനുസരിച്ച് കൊണ്ടുള്ള ഒരു ഉപജീവനത്തിന് വേണ്ടിയിട്ട്. കാരണം ആ കാലമില്ലാതെ അവൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയില്ല, അവൻ്റെ ആഗ്രഹങ്ങൾ ചെയ്യാൻ സാധിക്കുകയില്ല. അത് രണ്ടും ഒരു സ്റ്റേജാക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ കർമ്മങ്ങൾ ചെയ്യാൻ, നമുക്ക് നന്മ സമ്പാദിക്കാനും ഈ ലോകത്തും പരലോകത്തും. അതുകൊണ്ട് ഇതിലൊരു പാഠമുണ്ട്, ഒരു ഗുണമുണ്ട് ഈ രണ്ട് കാര്യങ്ങളിലും, രാത്രിയിലും പകലിലും.
അതുകൊണ്ടാണ് അള്ളാഹു കാലം കൊണ്ട് സത്യം ചെയ്ത് പറയുന്നു. വാട്ട് ഈസ് ദ ജവാബുൽ കാസിം, ദ റെസ്പോൺസ് ടു ദ തിങ് ദാറ്റ് ഈസ് ബീങ് സോൺ ബൈ? ഇറ്റ് ഈസ് അള്ളാഹ് സ്റ്റേറ്റ്മെന്റ് ഇന്നൽ ഇൻസാന ലഫി ഖുസ്ർ. അപ്പോൾ ഈ സത്യം ചെയ്ത് പറയുന്നതിൻ്റെ ഉത്തരം എന്താണ്? അത് അള്ളാഹു പറഞ്ഞതാണ്, ഇന്നൽ ഇൻസാന ലഫി ഖുസ്ർ, വെരിലി മാൻ ഈസ് ഇൻ ലോസ്. തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിലാണ്. Meaning all of the children of Adam are included and no one is excluded. King or ruler, both rich and poor, free person or slave, males or females, rather all of them, children of Adam, are in a state of loss. Meaning they were in a state of loss and destruction when they wasted this precious time and they used it to disobey Allah, and that was the reason which caused them harm. അപ്പോൾ മനുഷ്യൻ നഷ്ടത്തിലാണ് എന്ന് പറയുമ്പോൾ അത് ആദമിൻ്റെ എല്ലാ മക്കളും പെടും. ആരും ഇതിൽ നിന്ന് ഒഴിവല്ല. രാജാവാകട്ടെ, ഭരണാധികാരിയാവട്ടെ, പണക്കാരനാകട്ടെ, ദരിദ്രനാവട്ടെ, സ്വതന്ത്രനാവട്ടെ, അടിമയാകട്ടെ, ആണാകട്ടെ, പെണ്ണാകട്ടെ, ആദമിൻ്റെ എല്ലാ മക്കളും ഈ നഷ്ടത്തിൻ്റെ അവസ്ഥയിലാണ്. അഥവാ അവർ ഈ നഷ്ടത്തിലും നാശത്തിലുമാണ്. അവരവരുടെ വിലപ്പെട്ട സമയം പാഴാക്കി കളഞ്ഞത്. അതിലവർ അള്ളാഹുവിനെ ധിക്കരിക്കുകയും അതുകൊണ്ട് അവർക്ക് ആപത്ത് സംഭവിക്കാനും അത് കാരണമായി. This time, which is meaningless to many from amongst mankind, has been prolonged for them, whereby causing them to go astray. So they said, verily we cursed time. Or they go about leisurely to and fro, laughing and joking to pass the time. These are those who pass the time and waste it, so that it will become a loss and regret for them on the day of judgment, while if they would have preserved it, then it would have been an enjoyment for them. ഈ സമയം, ഈ കാലം അർത്ഥമില്ലാത്തതാണ് മനുഷ്യരിലെ അധിക ജനങ്ങൾക്കും. അതുകൊണ്ട് അവർക്കത് നീട്ടിക്കൊടുക്കുന്നു. അങ്ങനെ അവർ പിഴക്കുന്നു. അങ്ങനെ അവർ പറയും, കാലത്തെ നാം ശപിച്ചിരിക്കുന്നു എന്ന്. അല്ലെങ്കിൽ അവർ തമാശയും ചിരിയുമായി അവരുടെ സമയം പാഴാക്കി കളയുന്നു. അവരുടെ സമയം പാഴാക്കുന്നത് കാരണമായിട്ട് അവർക്ക് നഷ്ടം സംഭവിക്കുന്നു. അങ്ങനെ വിധിയുടെ നാളിൽ അവർക്കത് ദുഃഖത്തിന് കാരണമാവുകയും ചെയ്യുന്നു. അവരത് സംരക്ഷിച്ചിരുന്നുവെങ്കിൽ, ആ സമയം ഉപയോഗപ്പെടുത്തിയിരുന്നുവെങ്കിൽ അവർക്കത് ആനന്ദത്തിനും സുഖത്തിനും കാരണമാകുമായിരുന്നു. So all of the children of Adam are in a state of loss and destruction, except for those who are described with these four characteristics: knowledge, action, falling to the way of Allah, and patiently bearing any harm encountered upon that way. അപ്പോൾ ആദമിൻ്റെ എല്ലാ മക്കളും ഈ നഷ്ടത്തിൻ്റെ അവസ്ഥയിലാണ്, ഈ നാശത്തിൻ്റെ അവസ്ഥയിലാണ്. ആരൊഴികെ? ഈ 4 ഗുണങ്ങൾ ആർക്കുണ്ടോ അവരൊഴികെ. അറിവ്, കർമ്മങ്ങൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കുള്ള വിളി അഥവാ പ്രബോധനം, പിന്നെ ക്ഷമ, ഈ മാർഗത്തിൽ നേരിടേണ്ടി വരുന്ന ക്ഷമ. എന്തൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നോ അതിൽ ക്ഷമിക്കുന്നവർ. ഈ 4 ഗുണങ്ങൾ ഉള്ളവർ ഈ നാശത്തിൽ നിന്ന് ഒഴിവാണ്. Therefore, whoever is described with these 4 characteristics are saved from being in a state of loss. And it is not possible to have Iman in Allah except with knowledge, which is knowledge and awareness of who Allah is. അതുകൊണ്ട് ഈ 4 ഗുണങ്ങൾ നമ്മൾ വിശദീകരിച്ച്, ഈ 4 ഗുണങ്ങൾ ഉള്ളവർ മാത്രമേ ഈ നാശത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ. അള്ളാഹുവിൽ ഈമാൻ ഉണ്ടാകാൻ സാധ്യമല്ല അറിവില്ലാതെ. ആ അറിവും അള്ളാഹിനെക്കുറിച്ചുള്ള ബോധവും, അള്ളാഹു ആരാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ബോധവും ഉള്ളവനൊഴികെ. Righteous actions, meaning they do righteous actions from those things that are obligations and highly recommendable. So they seek to busy their time with doing righteous actions that will benefit them in their religion as well as their worldly life. There is good and reward for a deed that is done for the purpose of this worldly life if one intends by it for it to be assistance in obedience. So how does one perform a deed for the hereafter? What is important for you to not waste time and that you use it for something that will benefit you. ഇനി സൽക്കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവർ നിർബന്ധമായ കാര്യങ്ങളും വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെട്ട കർമ്മങ്ങളും അവർ ചെയ്യും. അങ്ങനെ അവരുടെ സമയം മുഴുവൻ ഈ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള സമയത്തിലാണ് അവർ മുഴുകിയിരിക്കുക. അത് അവർക്ക് ഈ മതത്തിലും ഗുണം ചെയ്യും, ഈ ദുനിയാവിലും ഗുണം ചെയ്യും. അതിൽ നന്മയുണ്ട്,
പ്രതിഫലമുണ്ട്. കാരണം അതൊക്കെ ഈ ദുനിയാവിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി ചെയ്തതാണെങ്കിൽ, അതുകൊണ്ട് ഉദ്ദേശം അത് അനുസരണത്തെ സഹായിക്കാൻ വേണ്ടി ആണെങ്കിൽ, അപ്പോൾ എങ്ങനെയാണ് ഒരാളൊരു കർമ്മം ചെയ്യുക അത് പരലോകത്ത് ഗുണം ചെയ്യാൻ? ഏറ്റവും പ്രധാനം നിങ്ങളുടെ സമയം പാഴാക്കി കളയരുത് എന്നാണ്. നിങ്ങളുടെ സമയം ഉപയോഗിക്കേണ്ടത് അത് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന കാര്യത്തിന് വേണ്ടി ആയിരിക്കണം. Encourage one another to the truth, meaning they command the good and forbid the evil and invite to the way of Allah the mighty and magnificent, and they learn beneficial knowledge and spread it. For the best among the people are those who invite to Allah, invite to the way of Allah the Most High. സത്യത്തിലേക്ക് പ്രോത്സാഹിപ്പിക്കുക പരസ്പരം, അഥവാ നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും അള്ളാഹുവിലെ അത്യുന്നതനായ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുക. അവർ ഗുണകരമായ അറിവ് ഉണ്ടാക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ജനങ്ങളിൽ ഏറ്റവും നല്ല ഗുണങ്ങളുള്ളവർ ആരാണെന്ന് ചോദിച്ചാൽ അവർ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവരാണ്. Encourage one another to exert patience, which means they have patience with whatever harm that reaches them. And sabr, patience in Arabic language, means to restrain oneself. And what is intended by it here is to restrain oneself upon the obedience of Allah, and it is of 3 types. First, patience upon the obedience of Allah. Second, patience upon avoiding that which Allah has forbidden. Third, patience with regard the decree of Allah. പിന്നെ ഉള്ളത് പരസ്പരം ക്ഷമ കൊണ്ട് പ്രോത്സാഹിപ്പിക്കലാണ്. അതിനർത്ഥം നമുക്കൊരു ബുദ്ധിമുട്ട് സംഭവിച്ചാൽ അതിൽ ക്ഷമിക്കുക എന്നാണ്. ക്ഷമ എന്ന അറബി ഭാഷയിൽ പറഞ്ഞാൽ അത് തടയിടുക എന്നാണ്, അല്ലെങ്കിൽ നിയന്ത്രിക്കുക എന്നാണ്. അപ്പോൾ ഒരാളെ സ്വയം നിയന്ത്രിക്കുക അള്ളാഹുവിൻ്റെ അനുസരണത്തിലാണ്. അത് 3 ഇനങ്ങളുണ്ട്. ഒന്ന്, അള്ളാഹുവിൻ്റെ അനുസരണത്തിൽ ക്ഷമിക്കുക, അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ ക്ഷമിക്കുക. 2, എന്തെങ്കിലും അള്ളാഹ് നിരോധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ വെടിയാനുള്ള ക്ഷമ. 3, അള്ളാഹിൻ്റെ വിധിയിലുള്ള ക്ഷമ. In regards to the first step, this is because the soul desires laziness and relaxation, so it is a must that a person exercise patience upon the obedience to Allah, and upon offering the prayer, and upon fasting during the month of Ramadan, and upon fighting in the way of Allah. And even if one dislikes these affairs, one is still required to have patience and restrain oneself upon obedience to Allah. അപ്പോൾ ആദ്യത്തെ ഇനം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിക്കുന്നതിനുള്ള ക്ഷമ. കാരണം ഏതൊരാത്മാവും ആഗ്രഹിക്കുന്നത് മടിയും വെറുതെ ഇരിക്കലുമാണ്, വിശ്രമിക്കലുമാണ്. അതുകൊണ്ട് നിർബന്ധമാണ് അവൻ അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ ക്ഷമ കാണിക്കൽ. അവൻ നിസ്കാരങ്ങൾ നിർവഹിക്കണം, റമദാനിൽ നോമ്പനുഷ്ഠിക്കണം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യണം. ഇതവന് ഇഷ്ടമല്ലെങ്കിലും, ഈ കാര്യങ്ങൾ അവന് ഇഷ്ടമല്ലെങ്കിലും അവൻ ക്ഷമ കാണിക്കണം. അവൻ്റെ സ്വന്തത്തെ അള്ളാഹുവിനെ അനുസരിക്കാൻ നിയന്ത്രിക്കുകയും വേണം. As regards to the second type, the soul is inclined towards desires and impermissible acts, being drawn to them, so it is a must to restrain oneself from committing those impermissible acts, and this is something that is in need of patience. And it is not easy to prevent oneself from inclining towards forbidding desires, and if one doesn't exercise patience, then he would find himself being overcome by haram. രണ്ടാമത്തെ ഇനം, അതായത് അള്ളാഹ് നിരോധിച്ച കാര്യങ്ങൾ വെടിയാനുള്ള ക്ഷമ. കാരണം ഏതൊരാത്മാവും അവൻ ആഗ്രഹിക്കും അനുവദനീയമല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ, അതിലേക്ക് അവന് ചായ്വ് കാണിക്കും. അതുകൊണ്ട് അവനെ ഇതിൽ നിയന്ത്രിക്കൽ, ഈ അനുവദനീയമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് നിയന്ത്രിക്കൽ നിർബന്ധമാണ്. ഇതിന് അങ്ങേയറ്റം ക്ഷമ ആവശ്യമാണ്. ഒരാളെ ഇതിൽ നിന്ന് തടയാൻ പ്രയാസമാണ് ഈ നിരോധിച്ച ആഗ്രഹങ്ങളിലേക്ക് ചായുന്നത്. അതുകൊണ്ട് ഇതിൽ അങ്ങേയറ്റം ക്ഷമ കാണിക്കണം, അല്ലെങ്കിൽ അവനെ ഹറാമായ കാര്യങ്ങൾ അവനെ അതിജയിച്ചു കളയും. In regards to the third type, those afflictions which befall a person like approaching death or wasting money or being tried by sickness, then it is incumbent upon the person to have patience with the decree of Allah, and not for him to worry or not to be displeased. Rather, it is for him to restrain his tongue from saying anything that is displeasing, or to restrain himself from being grieved. This is being patient with calamities. മൂന്നാമത്തെ ഇനം അള്ളാഹിൻ്റെ വിധിയിൽ ക്ഷമിക്കുക. അവൻ ഏതൊരു ആപത്ത് ബാധിച്ചാലും അവൻ ക്ഷമിക്കണം. അവന് മരണം ആസന്നമാകുമ്പോൾ, അവൻ്റെ
ധനം പാഴായി പോകുമ്പോൾ, അല്ലെങ്കിൽ അവൻ രോഗം കൊണ്ട് ക്ഷീണിതനാകുമ്പോൾ അവന് നിർബന്ധമാണ് അവൻ അള്ളാഹിൻ്റെ വിധിയിൽ ക്ഷമിക്കുക എന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ ആശങ്കപ്പെടാതിരിക്കാനും ബേജാറാകാതിരിക്കാനും അതിനെക്കുറിച്ച് അതൃപ്തി ഇല്ലാതിരിക്കാനും വേണം. അവൻ്റെ നാവിനെ അവൻ നിയന്ത്രിക്കണം. എന്തെങ്കിലും നല്ലതല്ലാത്തത് പറയുന്നതിൽ നിന്നോ അല്ലെങ്കിൽ അവൻ്റെ ദുഃഖത്തിൽ നിന്ന് നിയന്ത്രിക്കണം. ഇതാണ് ആപത്ത് ബാധിച്ചാലുള്ള ക്ഷമ. As for shortcomings, one is not required to have patience with them. Rather, one must turn to Allah in repentance and to flee from them. However, with those afflictions which do not come as a result of you, they are from Allah, the Mighty and Majesty. He has decreed them to befall you by way of test or trial, or because it is a punishment for the sins you have committed, just as Allah said in His noble book, وَمَا أَصَابَكُم مِّن مُّصِيبَةٍ فَبِمَا كَسَبَتْ أَيْدِيكُمْ وَيَعْفُو عَن كَثِيرٍ. And whatever of misfortune befalls you, it is because of what your hands have earned, and He pardons much. Chapter 42:30. ഇനി ഒരാൾക്ക് ന്യൂനതകളുണ്ടെങ്കിൽ, പോരായ്മകളുണ്ടെങ്കിൽ അതിൽ ക്ഷമ കാണിക്കലല്ല, മറിച്ച് അള്ളാഹുവിലേക്ക് തൗബ ചെയ്യണം. ആ ന്യൂനതകളിൽ നിന്നും പോരായ്മകളിൽ നിന്നും അവൻ ഓടി അകലണം. എന്നാൽ ഏതെങ്കിലും ആപത്ത് അവനെ ബാധിച്ചത് അവന് കാരണമായിട്ടല്ലാതെ അള്ളാഹുവിൽ നിന്നാണ് ആ വിപത്ത് സംഭവിച്ചതെങ്കിൽ അത് അള്ളാഹുവിൻ്റെ വിധിയാണ്. അത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമായിരിക്കാം. അല്ലെങ്കിൽ അവൻ ചെയ്ത ഒരു തെറ്റ് കാരണം, ഒരു തിന്മ കാരണം അവനെ ശിക്ഷിക്കുന്നതായിരിക്കാം. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഏതൊരു ആപത്തും ഒരാളെ ബാധിച്ചാൽ അത് സ്വന്തം കരങ്ങളുടെ ഫലങ്ങളായിട്ട് സംഭവിക്കുന്നതാണ്. അവൻ അധികവും മായ്ച്ചു കളയുന്നു. അധ്യായം 42 വചനം 30. So when an affliction befalls the Muslim in his self or his wealth or his children or his relatives or anyone from among his Muslim brothers, it is upon him to have patience and to seek the reward of Allah. Allah says, الَّذِينَ إِذَا أَصَابَتْهُمْ مُصِيبَةٌ قَالُوا إِنَّا لِلَّهِ وَإِنَّا إِلَيْهِ راجعون أُولَٰئِكَ عَلَيْهِمْ صَلَوَاتٌ مِّن رَّبِّهِمْ وَرَحْمَةٌ وَأُولَٰئِكَ هُمُ الْمُهْتَدُونَ. Who, when afflicted with calamity, say, truly to Allah we belong, and truly to Him we shall return. They are those on whom are salawat, that is, those who are blessed and will be forgiven from their Lord, and they are those who receive His mercy, and it is they who are the guided ones. Chapter 2, verse 156 to 157. അപ്പോൾ ഒരു മുസ്ലിമിനെ ഒരാപത്ത് ബാധിച്ചാൽ, ഒരു വിപത്ത് ബാധിച്ചാൽ, അവൻ്റെ സ്വന്തത്തിലോ അവൻ്റെ ധനത്തിലോ അവൻ്റെ മക്കളിലോ അവൻ്റെ കുടുംബത്തിലോ അല്ലെങ്കിൽ അവൻ്റെ ഇടയിലുള്ള മുസ്ലിം സഹോദരന്മാർക്കിടയിലോ അവൻ ക്ഷമ കാണിക്കണം. അതിന് അള്ളാഹു പ്രതിഫലം നൽകിയിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു, ഒരാപത്ത് ബാധിച്ചാൽ അവൻ പറയണം, തീർച്ചയായും നമ്മൾ അള്ളാഹുവിൻ്റെ അധീനത്തിലാണ്, അവനിലേക്കാണ് നമ്മളുടെ മടക്കം. അവർക്കാണ് അള്ളാഹുവിൻ്റെ സലവാത്തുള്ളത്, അഥവാ അനുഗ്രഹങ്ങളും അവർക്ക് കൊടുക്കപ്പെടും. അവർക്കാണ് അവൻ്റെ കാരുണ്യമുള്ളത്. അവരാണ് സന്മാർഗം പ്രാപിച്ചവർ. അധ്യായം 2 വചനം 156 മുതൽ 157. This is patience, and from among this is that one should have patience upon any harm he encounters upon calling to the way of Allah, the Mighty and Majestic. For if this be from trials and afflictions, then it is upon you to have patience in whatever you experience of harm in the way of calling to good. This is because there are some people who want to do good. However, when faced with anything they dislike, they say, I am not obligated to enter myself into these affairs. Then if he be a teacher, he leaves off teaching. And if he be a caller, then he leaves off calling to Allah. And if he be a khatib, one who gives sermons, then he leaves off giving sermons in the masjid. And if he be an imam, then he leaves off being an imam of the masjid. And he leaves off commanding the good and forbidding the evil. And all of this is from not having patience upon any harm one encounters. അപ്പോൾ ഇതാണ് ക്ഷമ. അപ്പോൾ നമ്മൾ നേരിടുമ്പോൾ, നമുക്ക് ആപത്ത് ബാധിക്കുമ്പോൾ, അള്ളാഹിൻ്റെ മാർഗത്തിൽ ക്ഷണിക്കുമ്പോൾ, പ്രബോധനം ചെയ്യുമ്പോൾ നമ്മൾ അങ്ങേയറ്റം ക്ഷമ കാണിക്കണം. കാരണം ഇത് അള്ളാഹിൻ്റെ പരീക്ഷണമാണ്. അള്ളാഹ് നമ്മളതിൽ ക്ഷമ കാണിച്ചേ പറ്റുള്ളൂ, നമ്മൾ നന്മയിലേക്ക് ക്ഷണിക്കുമ്പോൾ. കാരണം ജനങ്ങളിൽ ചിലരുണ്ട്, അവർ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അവർക്ക് എന്തെങ്കിലും ഇഷ്ടകരമല്ലാത്ത സംഭവിച്ചാൽ അവർ പറയും, ഈ കാര്യങ്ങൾ എനിക്ക് ഇനി ചെയ്യാൻ നിർബന്ധമില്ല. അങ്ങനെ അവനൊരു അധ്യാപകനാണെങ്കിൽ അവൻ അധ്യാപനം ഒഴിവാക്കുന്നു.
അവനൊരു പ്രബോധകനാണെങ്കിൽ അവൻ അള്ളാഹുവിലേക്ക് പ്രബോധനം ചെയ്യുന്നത് നിർത്തുന്നു. അവനൊരു ഖത്തീബാണെങ്കിൽ, കുത്തുബ പറയുന്ന ആളാണെങ്കിൽ അവൻ മസ്ജിദിൽ കുത്തുബ പറയുന്നത് അവസാനിപ്പിക്കുന്നു. അവനൊരു ഇമാമാണെങ്കിൽ അവൻ മസ്ജിദിലെ ഇമാമിൻ്റെ ജോലി നിർത്തുന്നു. അങ്ങനെ അവൻ നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുന്നത് ഒഴിവാക്കുന്നു. ഇതെല്ലാം അവന് സംഭവിക്കുന്ന ഉപദ്രവങ്ങൾ സംഭവിക്കുമ്പോൾ അത് നേരിടാൻ അവൻ ക്ഷമ കാണിക്കാത്തത് കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. And if you were in error, then it is upon you to return back to the truth and that which is correct. Whereas if that was not the case and you were upon the truth and did not commit an error, then it is upon you to exercise patience and hope for the reward and to realize that this is the path of Allah and that you are rewarded for being upon it. And to be reminded of what has occurred to the prophets from harm and how they have remained patient and strove in the path of Allah until the help of Allah came to them. ഇനി നിങ്ങൾക്ക് ഒരു അബദ്ധം സംഭവിച്ചതാണെങ്കിൽ, ഒരു തെറ്റ് സംഭവിച്ചതാണെങ്കിൽ നിങ്ങൾ ശരിയിലേക്ക് മടങ്ങണം, സത്യത്തിലേക്ക് മടങ്ങണം. ഇനി അതല്ല, തെറ്റ് സംഭവിച്ചതല്ല, നിങ്ങൾ സത്യത്തിൽ തന്നെ ആയിരുന്നു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ക്ഷമ കാണിക്കണം, നിങ്ങൾ പ്രതിഫലത്തിന് വേണ്ടി പ്രതീക്ഷിക്കണം. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് അള്ളാഹിൻ്റെ മാർഗമാണ്, ഇതിന് നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. നിങ്ങൾ ഓർമ്മിക്കുകയും വേണം, പ്രവാചകന്മാർക്കെല്ലാം ഉപദ്രവങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ അവർ എത്രമാത്രം ക്ഷമയിലായിരുന്നു. അവർ അള്ളാഹിൻ്റെ മാർഗത്തിൽ പരിശ്രമിച്ചു കൊണ്ടേയിരുന്നു, അള്ളാഹിൻ്റെ സഹായം വരുന്നത് വരെ. قال الشافعي رحمه الله لو ما أنزل الله حجة على خلقه إلا هذه السورة. الشافعي, may Allah have mercy upon him, said, if Allah had sent down to his creation no other proof besides this surah, it would have been sufficient for them. ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞു, അള്ളാഹിൻ്റെ കാരുണ്യം അദ്ദേഹത്തിനുണ്ടാകട്ടെ, അള്ളാഹ് അവൻ്റെ സൃഷ്ടിക്ക് വേറൊരു തെളിവും അയച്ചിട്ടില്ലെങ്കിൽ ഈ സൂറത്ത് തന്നെ അവന് ധാരാളം മതി. ഇതിൻ്റെ വിശദീകരണം: അഷാഫി ഈസ് അബു അബ്ദുള്ള മുഹമ്മദ് ഇബിൻ ഇദ്രീസ് ഇബിൻ അൽ അബ്ബാസ് ഇബിൻ ഉസാമാൻ ഇബിൻ ഷാഫി അൽ ഹാഷിമി al Qurashi. He was born in Gaza in the year 150 Hijri and died in Egypt in the year 204 Hijri. And he was one of the 4 Imams. May Allah have mercy upon all of them. അപ്പോൾ ഷാഫി റഹിമുള്ള പറഞ്ഞ പ്രസ്താവനയുടെ ഷർഹ്: ഷാഫി ഇമാം അദ്ദേഹം അബു അബ്ദുള്ള മുഹമ്മദ് ഇബിൻ ഇദ്രീസ് ഇബിൻ അൽ അബ്ബാസ് ഇബിൻ ഉസാമാൻ ഇബിൻ ഷാഫി അൽ ഹാഷിമി അൽ ഖുറൈഷിയ. അദ്ദേഹം ജനിച്ചത് ഗാസയിൽ 150 ഹിജ്റയിലും മരണപ്പെട്ടത് ഈജിപ്തിൽ 204 ഹിജ്റിയുമാണ്. അദ്ദേഹം 4 ഇമാമുകളിൽ ഒരു ഇമാമായിരുന്നു. അള്ളാഹുവിൻ്റെ കാരുണ്യം അവർക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. And he said this statement because Allah has clarified within the surah the means of wretchedness and the means for happiness. As for the means of happiness, then it is for whoever has been described with having these 4 characteristics: knowledge, action, calling, and having patience upon any harm one encounters in the way of Allah the Most High. So with this surah, Allah has established proof against His creation. It is as if Allah said to them, verily in this short summarized surah, I have explained to you the means of attaining happiness. അപ്പോൾ ഷാഫി ഇമാം റഹിമഹുള്ളയുടെ പ്രസ്താവന, കാരണം അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സൂറത്തിൽ ദുരിത ജീവിതത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ എന്താണ്, മാർഗങ്ങൾ എന്താണ്, സന്തോഷം ലഭിക്കാനുള്ള കാര്യങ്ങൾ എന്താണ്, മാർഗങ്ങൾ എന്താണ്. സന്തോഷം ലഭിക്കാനുള്ള കാര്യങ്ങളാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അവന് ഈ പറഞ്ഞ ഈ വിശദീകരിച്ച 4 ഗുണങ്ങൾ അവനുണ്ടാകണം. എന്നാൽ അവൻ സന്തോഷത്തിലായിരിക്കും. അറിവ്, സൽക്കർമ്മങ്ങൾ, പ്രബോധനം, ഈ മാർഗത്തിൽ അവൻ അനുഭവിക്കേണ്ടി വരുന്ന ഉപദ്രവങ്ങളും അതിൽ ക്ഷമിക്കലും അള്ളാഹുവിൻ്റെ ഈ മാർഗത്തിൽ. അപ്പോൾ ഈ സൂറത്ത് കൊണ്ട് അള്ളാഹു സ്ഥാപിച്ചു തെളിവ് എന്ത്? അവൻ്റെ സൃഷ്ടിക്കെതിരെ. ഇത് അള്ളാഹു പറയുന്നതിന് തുല്യമാണ്. ഈ ചെറിയ സംക്രമിച്ച സൂറയിൽ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നിരിക്കുന്നു സന്തോഷം ലഭിക്കാനുള്ള മാർഗങ്ങൾ എന്താണ് എന്ന്. The explanation of these 4 matters are explained entirely in both Quran and the Sunnah. However, this surah explains the means of happiness in general for the purpose of establishing the proof against the creation, while the clear detailed explanation for these 4 matters are in the remaining texts of the Quran and the Sunnah. And the statement of Imam Shafi does not mean that this surah alone is sufficient for the people, as if Allah has not sent down any surah other than it. However, it is to establish
proof against them because Allah has clarified within it the means of happiness and the means of wretchedness. So no one can come on the day of judgment and say, I do not know the means of happiness and nor do I know the means of wretchedness while he read this outstanding summarized surah. ഈ 4 കാര്യങ്ങളുടെ വിശദീകരണം ഖുർആൻ മൊത്തമായിട്ടും സുന്നത്ത് മൊത്തമായിട്ടും വിശദീകരിക്കപ്പെട്ടതാണ്. എന്നാൽ ഈ സൂറത്തിൽ അള്ളാഹു സന്തോഷം ലഭിക്കാനുള്ള മാർഗങ്ങൾ പൊതുവായിട്ടും അങ്ങനെ അവർ സൃഷ്ടിക്കെതിരെ തെളിവ് സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. അതേസമയത്ത് ഇതിൻ്റെയൊക്കെ വിശദീകരണം, ഈ 4 കാര്യങ്ങളുടെ വിശദീകരണം ബാക്കി ഖുർആനിലും സുന്നത്തിലും മുഴുവനുമായിട്ട് വന്നു പോയിട്ടുള്ളതാണ്. ഇനി ഇമാം ഷാഫിൻ്റെ പ്രസ്താവനക്ക് അർത്ഥമല്ല ഈ സൂറത്ത് മാത്രം മതി ജനങ്ങൾക്ക്, അള്ളാഹ് വേറെ സൂറത്തൊന്നും ഇറക്കിയിട്ടില്ല എന്ന്. എന്നാൽ ഇത് സൃഷ്ടിക്കെതിരെ തെളിവ് സ്ഥാപിക്കാൻ വേണ്ടിയാണ് അള്ളാഹു വിശദീകരിച്ചത്. അവന് സന്തോഷം ലഭിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ദുരിത ജീവിതത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നും. അതുകൊണ്ട് ഇനി ആർക്കും വിധി നാളിൽ വന്ന് പറയാൻ സാധിക്കുകയില്ല, എനിക്കറിയില്ലായിരുന്നു സന്തോഷം ലഭിക്കാനുള്ള മാർഗങ്ങൾ എന്തായിരുന്നുവെന്നും ദുരിത ജീവിതത്തിൻ്റെ മാർഗങ്ങൾ എന്തായിരുന്നുവെന്നും ഈ സംക്രമിച്ച സവിശേഷമായ സൂറത്ത് വായിച്ചതിന് ശേഷം നമുക്കിവിടെ നിർത്താം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക.